ഹലോ. അപ്പോൾ ഇന്നൊരു ഈസി കടുമാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടോ. അതിനടുത്ത് 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പീൽ ചെയ്ത് ഗാർലിക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നെപ്പോലെ മടിച്ചുകൾക്കായിട്ട് ബ്ലിങ്കിട്ട് തരുന്ന ഈസി പീൽ ചെയ്ത് ഗാർലിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മാങ്ങ വാഷ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ മാങ്ങ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മാങ്ങ കട്ട് ചെയ്ത് ഷേപ്പ് കണ്ട് ആരും ഒന്നും പറയല്ലേ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാങ്ങ ഇത്ര വലുതായിട്ടിരിക്കണം, എന്നാലേ ആ അച്ചാർ കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. എനിക്കിതാ ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇനി പാൻ വെച്ചത് പാൻ ചൂടാക്കിയിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ കേടായി പോകത്തില്ല ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കുറച്ച് നന്നായിട്ട് ഇട്ടാൽ അതിനൊരു ടേസ്റ്റ് വരും. കടുമാങ്ങാച്ചാർ എന്നല്ലേ പേര്. എന്നിട്ട് ആ പീൽ ചെയ്ത് ഗാർലിക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഇട്ട ഉടനെ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഗാർലിക്ക് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് കാണത്തില്ല അച്ചാറിൽ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആകട്ടോ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കളറും കാണും, പിന്നെ അത്യാവശ്യം എരി കാണും. അതിൻ്റെ ആവശ്യമുള്ളതെന്ന് തോന്നി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ആ ചെറിയ സ്പൂൺ 1 സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ. മഞ്ഞപ്പൊടി 1 സ്പൂൺ ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ആവശ്യമാണ് കേട്ടോ അച്ചാറിന്. അപ്പോൾ ഉലുവാപ്പൊടി ആവശ്യത്തിന് ചേർക്കും. ഒരുപാടായാൽ പിന്നെ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കായപ്പൊടി ചേർക്കാം നമുക്ക് അതിനകത്തോട്ട്. കായപ്പൊടി നല്ല മണവും ഒക്കെ നന്നായിട്ട് വരുന്ന രീതിക്ക് നല്ല കുറച്ച് കായപ്പൊടി നല്ലതായിട്ട് വിതറി കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഉപ്പ് ഞാൻ ആദ്യമേ തൊട്ട് ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയിലൊക്കെ പിടിക്കണ്ടേ. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ച ഈ മാങ്ങ അതിനകത്തോട്ട് താഴെ പോവാതെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പൊക്കെ അതിനകത്ത് ചുറ്റും മാങ്ങയ്ക്ക് ഫുള്ളായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പെട്ടെന്ന് നമുക്കൊന്ന് അച്ചാറിടണം, എന്തിനെങ്കിലും ആരെങ്കിലും വീട്ടിൽ വരുന്നതിനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറായിട്ടോ ഇത്. അധികം ഡെക്കറേഷനും ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ കടുമാങ്ങ അച്ചാർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഈസി വീഡിയോസ് ആയിട്ട് ഇനി